കാനറ ബാങ്കിന്റെ CSS പോർട്ടലിൽ എങ്ങനെയാണ് ഒരു പേയ്മെന്റ് നടത്തുന്നതെന്ന് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മേക്കർ എന്ന് പറയുന്ന യൂസറിനാണ് ലോഗിൻ ചെയ്യേണ്ടത്. മേക്കർ യൂസറിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അറിയാം പേയ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം വരുന്നത് പേയ്മെന്റ് എന്ന് പറയുന്ന മെയിൻ ടാബിന്റെ അകത്താണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ പേയ്മെന്റ് ടാബിനകത്ത് 3 ഓപ്ഷൻ ഉണ്ട്: ബെനിഫിഷ്യറി, വെൻഡർ, പേയ്മെന്റ് ഫയൽ. വെൻഡറിലൂടെയാണ് നമ്മൾ നേരത്തെ വെൻഡർ ആഡ് ചെയ്തത്. പേയ്മെന്റ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ വെൻഡറിനെ ആഡ് ചെയ്യുകയും വെൻഡർ കോഡ് കിട്ടണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വെൻഡർ ക്രിയേഷൻ എന്ന വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമ്മൾ പോകേണ്ടത് പേയ്മെന്റ് ഫയൽ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഇവിടെ പോയതിനു ശേഷം നമ്മൾ ഇനീഷ്യേറ്റ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. പേയ്മെന്റിന്റെ ഉള്ളില് പേയ്മെന്റ് ഫയലിന്റെ ഉള്ളില് ഇനീഷ്യേറ്റ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവാം. ഇവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഓർഡർ നമ്പർ എന്ന് പറഞ്ഞിട്ട് വാല്യൂ കാണും. അവിടെ വിൽ ബി ഓട്ടോ പോപ്പുലേറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അത് തനിയെ ജനറേറ്റ് ആവുന്ന വാല്യൂ ആണ്. അവിടെ നമ്മൾ ഒന്നും എൻട്രി ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ വരും. അവിടെ നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈ പേയ്മെന്റ് നടത്തേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ കാണുന്നത്. ഇത് നമ്മളുടെ സ്കൂൾ തലത്തിലാകുമ്പോൾ സ്കൂളിന്റെ അക്കൗണ്ടും AEO തലത്തിലാകുമ്പോൾ AEOയുടെ അക്കൗണ്ടും അതിന് മുകളിൽ DD ആണെങ്കിൽ DD അക്കൗണ്ടും. ഇതിപ്പോ DGയുടെ അക്കൗണ്ടിലാണ് ഡെമോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ DGയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുമാണ് ഇവിടെ വരുന്നത്. ഇതിനുശേഷം അതിന് താഴെ നമുക്ക് വെൻഡർ പേ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരിക. അവിടെ മറ്റ് ഓപ്ഷൻസ് ഉള്ളത് ബെനിഫിഷ്യറി, ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഉള്ളതാണ്. പക്ഷെ നമുക്ക് വെൻഡർ തന്നെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. വെൻഡർ ആണ് ഡിഫോൾട്ട് ആയിട്ട് സെലക്ടഡ് ആയിട്ടുള്ളത്. അടുത്ത ട്രാൻസാക്ഷൻ നേച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളുടെ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഹെഡിൽ അത് കൊടുക്കുക. അടുത്തതായി ട്രാൻസാക്ഷൻ പേർപ്പസ്. അതൊറ്റ പേർപ്പസേ ഉള്ളൂ. പേയ്മെന്റ് എന്ന് പറയുന്ന പേർപ്പസ് ആണ് ഉള്ളത്. അതിനുശേഷം ട്രാൻസാക്ഷൻ ടൈപ്പ്, അതെപ്പോഴും ന്യൂ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞ 4 ഫീൽഡും നമുക്ക് ബൈ ഡിഫോൾട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് തന്നെ യൂസ് ചെയ്യാം. അടുത്തതായി വരുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയർ ഇപ്പൊ 2021-22 വർഷമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 2022 എന്നാണ് കൊടുക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇയറിന്റെ മാർച്ച് ഏത് വർഷമാണോ വരുന്നത് അതായിരിക്കും നമ്മളിവിടെ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മളുടെ കറണ്ട് ഇയറിന് 2022. ഇതിനുശേഷം പ്രോജക്റ്റ് ID എന്നൊരു ഫീൽഡ് ഉണ്ട്. പ്രോജക്റ്റ് ID ഒരു PFMS സ്കീമിനകത്ത് കൂടുതൽ പ്രോജക്റ്റുകളായിട്ട് അതിന് സബ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. MDMs സ്കീമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വാല്യൂ കൊടുക്കേണ്ടതില്ല. അടുത്തതായി നറേഷൻ. നമ്മൾ ഈ പേയ്മെന്റിന്റെ ഒരു ഫയലിന്റെ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ പേര് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന കാര്യമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഫയൽ നെയിം കൊടുക്കുന്നു. അതിനുശേഷം സാങ്ഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓഫീസ് ഓർഡറിനെയോ അല്ലെങ്കിൽ പ്രൊസീഡിങ്സിനെയോ ബേസ് ചെയ്താണ് ഈ പേയ്മെന്റ് നടക്കുന്നതെങ്കിൽ ആ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ സ്കൂളുകളിലാണെങ്കിലും സ്കൂളുകൾ ഇപ്പോൾ വീക്കിലി ബേസിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെന്താണ് എന്തെങ്കിലും ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അവിടെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു സാങ്ഷൻ നോട്ട് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്. അതിനുശേഷം സാങ്ഷൻ കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മേൽ പറഞ്ഞ സാങ്ഷന്റെ ഒരു കോപ്പി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിർബന്ധമുള്ള ഫീൽഡല്ല, പക്ഷെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം റിമാർക്സ്. ഇവിടെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ താഴെയുള്ള സേവ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സേവ് ഫയൽ. ഇപ്പൊ നമുക്ക് ഫയൽ ഈസ് സേവ്ഡ് സക്സസ്ഫുള്ളി. ഓർഡർ ID ഈസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. ഇവിടെ ഓർഡർ ID ആയിട്ട് ജനറേറ്റ് ആക്കിയിരുന്ന 65 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു പേയ്മെന്റ് ഫയൽ ക്രിയേഷൻ. ഇനി ഇതിലേക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. ബെനിഫിഷ്യറി അല്ലെങ്കിൽ വെൻഡറിനെ ആഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇത് ഇപ്പൊ നമ്മളൊരു പേയ്മെന്റിന്റെ ഒരു മെയിൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് എത്ര വേണമെങ്കിലും വെൻഡേഴ്സിനെയും
എത്ര വേണം ബെനിഫിഷ്യറിയും ആഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവിടെ നമുക്ക് താഴെ കാണുന്ന പ്രൊസീഡ് ടു സെലക്ടിങ് ബെനിഫിഷ്യറി ബാർ വെൻഡർ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ ഡയറക്റ്റ് ആയിട്ട് അടുത്ത സെലക്ഷൻ പേജിലേക്ക് പോകാൻ പറ്റും. ഇനി നമ്മൾ ഒരു ഓർഡർ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൽ ബെനിഫിഷ്യറി അല്ലെങ്കിൽ വെൻഡറിനെ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും പേയ്മെന്റിന്റെ ഉള്ളിൽ പേയ്മെന്റ് ഫയൽ എന്ന ഓപ്ഷനകത്ത് ആഡ് ബെനിഫിഷ്യറി വെൻഡർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ പറയുന്ന സെയിം പേജിൽ എത്തിച്ചേരാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിന് നമ്മൾ ഇവിടെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ ഓർഡർ നമ്പർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് 635 ഓർഡർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫെച്ച് കൊടുക്കും. അപ്പം നമുക്ക് ഈ ഓർഡർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഈ ഒരു ഫയലിലേക്ക് വെൻഡറിനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പം നമുക്ക് വെൻഡർ കോഡ് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സെലക്ട് വെൻഡറിന് സൈഡിലുള്ള വെൻഡർ കോഡ് ആ ഏരിയയിൽ അടിച്ചു കൊടുക്കാം, എന്നിട്ട് ഫെച്ച് കൊടുക്കാം. പക്ഷെ അതൊരു എളുപ്പമാർഗമായിരിക്കില്ല. കാര്യം ഒരു വെൻഡർ കോഡ് എന്ന് പറയുന്ന ഒരു വലിയ വാല്യൂ ആണ്. അത് നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫൈൻഡ് വെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫൈൻഡ് വെൻഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പോപ്പപ്പ് സ്ക്രീൻ വരും. ഇതിന്റെ ഉള്ളിൽ നമുക്ക് പേര് വെച്ച്, അക്കൗണ്ട് നമ്പർ വെച്ച്, ഫോൺ നമ്പർ വെച്ച്, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ച്, ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്കൊരു വെൻഡറിനെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പം പേര് ഫുൾ അടിക്കണമെന്നില്ല, അതിന്റെ എന്തെങ്കിലും ഒരു വാല്യൂസ് കൊടുത്താലും സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വാല്യൂ കൊടുക്കുന്നു, അതിനുശേഷം സെർച്ച് കൊടുക്കും. അപ്പൊ നമുക്ക് ഒരു വെൻഡർ ലിസ്റ്റ് കിട്ടും. ഇവിടെ നമുക്ക് വേറെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് മൾട്ടിപ്പിൾ ലിസ്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെയും കിട്ടും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വെൻഡർ ആരാണോ അവർക്ക് എഗെയിൻസ്റ്റ് ഉള്ള സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത വെൻഡർ കോഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായി എത്തും. അതിനുശേഷം നമ്മൾ ഫെച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഫെച്ച് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ താഴെ വെൻഡർ ഡീറ്റെയിൽസ് നമുക്ക് വരുന്നതായിട്ട് കാണാം. നമ്മൾ മുകളിൽ കൊടുത്ത വെൻഡറിന്റെ വെൻഡർ കോഡ്, അയാളുടെ പേര്, അഡ്രസ്സ് മുതലായ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് പേയ്മെന്റ് നടത്തുമ്പോൾ എപ്പോഴും കമ്പണന്റ് വൈസ് ആയിട്ടാണ് പേയ്മെന്റ് നടത്തേണ്ടി വരിക. അപ്പോൾ കമ്പണന്റ് വൈസ് ആയിട്ട് പേയ്മെന്റ് നടത്തണമെങ്കിൽ നമുക്ക് ആദ്യം ഇപ്പോൾ ഒരു പേയ്മെന്റ് നടത്തുന്ന ഏത് കമ്പണന്റ് ആണെന്ന് അത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗെറ്റ് കമ്പണന്റ് എന്ന് പറയുന്ന ഫീൽഡിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മളുടെ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കമ്പണൻസ് ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ അതിലൊരു കമ്പണന്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം നമ്മൾക്ക് ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ ലിമിറ്റ് എത്രയാണ് അലോക്കേറ്റ് ചെയ്തത്, അതിൽ നിന്ന് എത്ര ഉപയോഗിച്ചു, ഇനി ബാക്കി എത്രയുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ വെൻഡറിന് കൊടുക്കേണ്ട പേയ്മെന്റ് നമ്മൾ ഇവിടെ കാണിക്കുന്നു. അതിനുശേഷം ഇവിടെ പേയ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് മാത്രമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഓപ്ഷൻ വേണ്ടി വരിക. അതുകൊണ്ട് തന്നെ കൂടുതലും റവന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നമുക്ക് വരിക. അത് ബൈ ഡിഫോൾട്ട് അവിടെ സെലക്ടഡ് ഉണ്ടാവും. അതിനുശേഷം ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ കമ്പോണന്റ് ഉണ്ടെങ്കിൽ വീണ്ടും ഗെറ്റ് കമ്പോണന്റ് കൊടുക്കുകയും, അതായത് ഒന്നിൽ കൂടുതൽ കമ്പോണൻസിന് ഒരു വെൻഡറിന് പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഗെറ്റ് കമ്പോണന്റ് കൊടുക്കുകയും ഈ മുന്നിൽ പറഞ്ഞ പ്രക്രിയകളെല്ലാം വീണ്ടും ചെയ്ത് ആഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇവിടെ അടുത്ത ഒരു ലൈനായിട്ട് ഒരു വെൻഡറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആവശ്യമായ കമ്പോണന്റുകളിൽ നിന്നുള്ള എല്ലാ പേയ്മെന്റും ഒരു വെൻഡറിന്റെ അഗെയിൻസ്റ്റ് ചെയ്തതിന് ശേഷം താഴെ നോക്കിയാൽ ഈ എല്ലാ കമ്പോണൻസിന്റെയും കൂടെ ടോട്ടൽ വാല്യൂ നമുക്ക് ഇവിടെ എമൗണ്ട് എന്ന് പറയുന്ന ഫീൽഡിന് ഇവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ആ വെൻഡറിന് ആവശ്യമായ തുക ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആഡ് വെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റെക്കോർഡ് ആഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോപ്പപ്പ് വരും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത വെൻഡറിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്.
മാത്രമല്ല ഇവിടെ താഴെ നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ടോട്ടൽ ബെനിഫിഷ്യറി എത്ര പേരാണ് എന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ കിട്ടും. ഇനി നമുക്ക് ഒരു വെണ്ടറിനെ കൂടെ ഈ ഫയലിൽ ആഡ് ചെയ്യുന്നത് നോക്കാം. വെണ്ടറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഫൈൻഡ് വെണ്ടർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവാം. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ച് പേരെ കാണിക്കും. ഇതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫെച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ വെണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ വരും. നമ്മൾ വീണ്ടും ഗെറ്റ് കമ്പോണന്റിൽ പോകുന്നു. അവിടെ മാനേജ്മെന്റ് മോണിറ്ററിംഗ്, ഇവിടെ നമ്മൾ ഒരു ഓപ്ഷൻ നമുക്ക് ഏതാണോ അവിടെ ആവശ്യമായുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പോണന്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലിമിറ്റ് കാണിക്കും. എത്രയാണ് ആ കമ്പോണന്റ് എഗെയിൻസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ നമ്മൾ അവൈലബിൾ ലിമിറ്റ് ഉള്ള കമ്പോണൻസിൽ നിന്ന് മാത്രമേ നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റൂ. അപ്പോൾ ഇവിടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് കൊടുക്കുക. നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും പേ ടൈപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റുക. അതിനുശേഷം ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഈ വെണ്ടറിന് നമ്മൾ ടോട്ടൽ കൊടുക്കുന്ന തുക ഇവിടെ കാണാൻ പറ്റും. കൂടുതൽ കമ്പോണന്റ് ഉണ്ടെങ്കിൽ ഗെറ്റ് കമ്പോണന്റ് കൊടുത്ത് വീണ്ടും ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു കമ്പോണന്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് വെണ്ടർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ റെക്കോർഡ്സ് ആഡഡ് എന്ന ഒരു പ്രോബ്ലം വരും. അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ നോക്കിയാൽ കാണാം നമ്മുടെ ഈ ഓർഡറിന് എഗെയിൻസ്റ്റ് 2 പേയ്മെന്റിന്റെ എൻട്രി വന്നിട്ടുണ്ട്. 10 രൂപയ്ക്കും 11 രൂപയ്ക്കും. ഇവിടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 21 രൂപ. ബെനിഫിഷ്യറി എന്ന് പറയുന്നത് 2 രൂപ. ഇവിടെ നമ്മൾ PPA വഴിയുള്ള പേയ്മെന്റിലേക്കാണ് പോകുന്നത്. PPA എന്ന് പറയുന്നത് നമ്മളിത് പ്രിന്റ് ചെയ്ത് സൈൻ ചെയ്തതിന് ശേഷം ബ്രാഞ്ചിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് നെറ്റ് ബാങ്കിംഗ് എന്ന് പറഞ്ഞിട്ടും ഒന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നും പറയും. ഡിജിറ്റൽ സിഗ്നേച്ചർ ആകുമ്പോൾ ഇവിടെ സബ്മിഷൻ പ്രൊസീജിയർ വരെയുള്ളത് കോമൺ ആണ്. അതിനുശേഷം ചെക്കർ അപ്രൂവ് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ സഹായത്തോടു കൂടി ആ പേയ്മെന്റ് ഫയലിനെ സൈൻ ചെയ്യുകയും അതുവഴി അത് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിന്റെ സെർവേഴ്സിലേക്ക് പോകുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ബാങ്ക് അഡ്വൈസ് എന്ന് പറയുന്നത് നമുക്കൊരു ഫിസിക്കലി ഒരു പ്രിന്റ് പേയ്മെന്റ് അഡ്വൈസ് എന്ന് പറയുന്നത് ജനറേറ്റ് ആകുകയും അത് സൈൻ ചെയ്ത് ബ്രാഞ്ചിൽ കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ പേയ്മെന്റ് ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടെ കൺട്രോൾ ഉള്ളത് ഈ ബ്രാഞ്ച് അഡ്വൈസ് എന്ന് പറയുന്നതിനാണ്. കാര്യം പേയ്മെന്റ് പുഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആക്ച്വലി ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നതാണ്. നെറ്റ് ബാങ്കിങ് ആകുമ്പോൾ നമുക്ക് ഇത് ഇനീഷ്യേറ്റ് പേയ്മെന്റ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡും കൂടെ കൊടുത്ത് ഈ ഫയലിനെ ഓതറൈസ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ചെക്കറിൽ പോകുമ്പോഴും ഇതുപോലെ തന്നെ ലോഗിൻ ചെയ്തതിന് ശേഷം ഫൈനലി അപ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ്, ചെക്കറിന്റെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉപയോഗിച്ചും കൂടെ ഓതറൈസ് ചെയ്യുമ്പോൾ ഇത് നേരെ ബാങ്കിലേക്ക് പോകും. അതിനെ EPA എന്ന് പറയുന്ന മോഡാണ്. ഇതിന് രണ്ടിനും നമുക്ക് നെറ്റ് ബാങ്കിങ് എനേബിൾഡ് യൂസർ ഉണ്ടെങ്കിലേ നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാൻ പറ്റുള്ളൂ. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുള്ള ചെക്കർമാർക്ക് മാത്രമേ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകാൻ പറ്റും. നമുക്കിവിടെ എല്ലാത്തിന്റെയും ഡേറ്റ എൻട്രി പാർട്ട് സെയിം ആണ്. ഇത് ഏത് മെത്തേഡിൽ പോവുകയാണെങ്കിലും ഇതുവരെയുള്ള പ്രോസസ്സ് സെയിം ആണ്. ഇവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും പ്രോസസ്സിൽ വ്യത്യാസം വരും. അപ്പൊ നമുക്കിപ്പോൾ ബ്രാഞ്ച് അഡ്വൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇനീഷ്യേറ്റ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് പേയ്മെന്റ് ഇനീഷ്യേറ്റഡ് സക്സസ്ഫുള്ളി ഫോർ ഓർഡർ നമ്പർ 635 എന്നൊരു ഇത് വരും. ഇവിടെ നമുക്ക് ഇത്രയുമാണ് നമ്മൾ മേക്കർ എന്ന് പറയുന്ന യൂസറിൽ ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് ചെയ്യേണ്ട പ്രക്രിയകൾ, അതായത് ഈ പേയ്മെന്റിനെ അപ്രൂവ് ചെയ്യും PP ജനറേറ്റ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻസ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ചെക്കർ എന്ന് പറയുന്ന യൂസറിലാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേയ്മെന്റ് ഫയലിനെ ഓതറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്കർ യൂസറിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം അപ്രൂവ് എന്ന് പറയുന്ന ഭാഗത്തിനുള്ളിൽ പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് പോവാം. അപ്പൊ അവിടെ നമുക്ക് സബ് ഓപ്ഷൻ കിട്ടും. അതിനുള്ളിൽ അപ്രൂവ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവാം. അപ്പൊ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽസ് ഇവിടെ കാണും. അതിനുശേഷം ഫെച്ച് കൊടുക്കുക. അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കാണും. അതിനുശേഷം നമുക്ക് അപ്രൂവ് ആൻഡ് ജനറേറ്റ് OTC എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്.
നമുക്ക് ഈ ഫയലിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് റിജക്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത അല്ലെങ്കിൽ പ്രശ്നം, നമുക്ക് ഈ പേയ്മെന്റ് ഫിസിക്കലി നടന്നില്ലെങ്കിൽ പോലും ആ ഒരു ഫണ്ട് നമുക്ക് 10 മുതൽ 12 ദിവസത്തേക്ക് ബ്ലോക്ക് ആവും. കാര്യം ഓൾറെഡി ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് എക്സ്പയർ ആവുന്ന ഡേറ്റ് വരെ അതിനൊരു ഡിലേ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം ഡേറ്റ എല്ലാം ശരിയാണെങ്കിൽ നമുക്ക് അപ്രൂവ് ആൻഡ് ജനറേറ്റ് OTC എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കും. ഇവിടെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേയ്മെന്റ് ഫയൽ അപ്രൂവൽ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. അടുത്തതായി നമ്മളൊരു പേയ്മെന്റ് അപ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടി വരുന്നതെന്ന് പറയുന്നത് PPA എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ജനറേറ്റ് ചെയ്യുന്ന ഭാഗമാണ്. അതിനായിട്ട് പേയ്മെന്റിനകത്ത് അപ്രൂവിന്റെ ഉള്ളിൽ പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷന്റെ ഉള്ളിൽ ജനറേറ്റ് PPA എന്നുള്ള ഓപ്ഷനിൽ വരിക. അപ്പോൾ നമുക്കൊരു ഓർഡറിൽ നമ്മൾ അപ്രൂവ് ചെയ്ത എല്ലാ ഓർഡേഴ്സും ഇവിടെ ഒരു ലിസ്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പം അതിൽ നമ്മൾ ഏത് ഫയലിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കുക. അപ്പൊ നമുക്ക് ഓരോ ലൈനിന് അഗെയിൻസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഓർഡർ നമ്പർ വെച്ചിട്ട് ഏത് ഓർഡറിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ PPA ജനറേറ്റ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം അഡ്വൈസ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്കൊരു പുതിയ പോപ്പപ്പ് സ്ക്രീൻ വരും. ഇവിടെ നമുക്ക് ഈ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഒരു കോമൺ ഡോക്യുമെന്റ് ആയിട്ട് കിട്ടുന്ന കാണാം. ഇതിനെ നമ്മൾ പ്രിന്റ് എടുക്കുക, അതിനുശേഷം സൈൻ ചെയ്ത് ഇവിടെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആരൊക്കെയാണോ ഈ പറയുന്ന മേൽപ്പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിലെ ഓതറൈസ് സിഗ്നേച്ചറീസ് അവർ സൈൻ ചെയ്തതിനു ശേഷം ഇത് ബ്രാഞ്ചിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അപ്പൊ ഇവിടെ മുകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസോളിഡേറ്റഡ് ഇൻഫർമേഷൻ ഇവിടെ കിട്ടും. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എന്നാണെന്ന് കിട്ടും. ഈ ഡേറ്റിനുള്ളിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യണം. മാത്രമല്ല ജനറേറ്റ് ചെയ്ത് നമുക്ക് 2 മുതൽ 3 മണിക്കൂറിനുള്ളിൽ ബാങ്കിലേക്ക് എത്തിക്കുകയും അതിനുശേഷം മാത്രമേ ബാങ്കിൽ നിന്ന് പേയ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് സൈൻ ചെയ്തതിന് ശേഷം ബ്രാഞ്ചിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ബ്രാഞ്ചിൽ നിന്ന് ഈ പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യും. അതിനുശേഷം ഒരു 6 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ നമുക്ക് പാർട്ടിക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ PPA ജനറേഷൻ പ്രോസസ്. അപ്പൊ ഈ കാണുന്ന PPA നമ്മൾ പ്രിന്റ് ചെയ്തതിന് ശേഷം സൈൻ ചെയ്ത് ബ്രാഞ്ചിൽ എത്തിക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം. ഇതാണ് PPA വഴിയുള്ള പേയ്മെന്റ് മെത്തേഡ്. ഇത്രയാണ് പേയ്മെന്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഈ പേയ്മെന്റ് റിലേറ്റഡ് റിപ്പോർട്ട്സ് നമുക്കിവിടെ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പോർട്ടലിൽ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിന്റെയും ട്രാൻസാക്ഷൻ റിപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മുതലായ കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ടിന്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിലും കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ട്രാൻസാക്ഷൻ നടന്നോ, ട്രാൻസാക്ഷന്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് നമുക്ക് ട്രാൻസാക്ഷൻ റിപ്പോർട്ടിൽ പോയാൽ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ നടന്ന ഓരോ ട്രാൻസാക്ഷൻ അഗെയിൻസ്റ്റ് പേയ്മെന്റിന്റെ സ്റ്റാറ്റസ് നമുക്ക് അവസാനത്തെ 2 കോളത്തിലായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇത്രയുമാണ് പേയ്മെന്റും അതിന്റെ പ്രോസസ്സിംഗ്